പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ ദിവസം ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും വന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. ഒരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവർത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു ഉപമ നമ്മൾ വായിക്കുമ്പോൾ ഇത് ഈശോയിലൂടെ ദൈവം നമുക്ക് നൽകിയ രക്ഷാചരിത്രത്തിലേക്കും അതുപോലെ തന്നെ ദൈവരാജ്യത്തിലേക്കും നമ്മളെ കൊണ്ടുചെല്ലുന്ന ഒന്നാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കപ്പെടണം. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ 2 പ്രാവശ്യം ക്ഷണിക്കുന്ന പതിവുണ്ട്. ഒന്ന്, സദ്യ തയ്യാറാക്കുന്നതിന് മുമ്പ് അവരെ ക്ഷണിക്കും. അവർ വരുമെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്, ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആ സദ്യ ഒരുക്കുക. സദ്യ ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും ആ ക്ഷണിച്ചവരെ അവർ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും, എല്ലാം തയ്യാറായിരിക്കുന്നു, ഇനി നമുക്ക് ഒരുമിച്ച് സദ്യ ആസ്വദിക്കാം. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഈ ക്ഷണമെല്ലാം ലഭിച്ചിട്ടും പിന്നീട് 2ാമത്തെ ക്ഷണം വന്നപ്പോൾ അവർ ഒഴിവ് പറയാൻ തുടങ്ങി. ഓരോ കാരണങ്ങൾ പറയുമ്പോഴും അത് വളരെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അവർക്ക് വേണമെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് തയ്യാറാകാതെ, അതിൽ പ്രവേശിക്കുവാൻ തയ്യാറാകാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുവാനാണ് അവർ തീരുമാനമെടുത്തത്. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലേക്ക് ഉള്ള ക്ഷണവും. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ ക്ഷണം ലഭിക്കുന്നു. അത് ദൈവം പ്രവാചകന്മാരിലൂടെയാണ് നൽകിയത്. ഓരോ പ്രവാചകന്മാരും ആ ഒരു ക്ഷണം നൽകിയപ്പോൾ അത് വേണ്ടത്ര ഗൗരവമായി എടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പിന്നീട് ഈശോ തന്നെ വന്ന്, ഇതാ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ കടന്നു വരുവിൻ എന്ന് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിക്കുവാൻ അവർ തയ്യാറായില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത ദൈവത്തോട് കാണിച്ച വലിയൊരു തെറ്റും അതുതന്നെയായിരുന്നു. ഈശോ നൽകിയ ക്ഷണം സ്വീകരിക്കാതെ അവർ പുറത്തു തന്നെ നിൽക്കുവാൻ തീരുമാനമെടുത്തു. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്കും മാനസാന്തരത്തിലേക്കുമുള്ള ഒരു ക്ഷണമാണ് ഈശോ നമുക്കായിട്ട് നൽകുക. ഈ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേദനിക്കേണ്ടതായിട്ട് വരില്ല. ഈ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും.
മാത്രമല്ല നല്ലൊരു മാനസാന്തരം നമ്മളിൽ നടക്കും. കാരണം ഈശോ നൽകുന്ന ക്ഷണം സ്വീകരിക്കണമെങ്കിൽ പൂർണ്ണമായ വിശുദ്ധി ആവശ്യമാണ്. ആ വിശുദ്ധിയിലേക്ക് ഉള്ള ഒരു ക്ഷണമാണ് ഈശോ നമുക്കെല്ലാവർക്കും നൽകുക. അത് അവിടുത്തെ അനന്തമായ കാരുണ്യത്തിൽ നിന്ന് നൽകുന്ന ഒരു ക്ഷണമാണ്. ആ ക്ഷണം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ഒരു വിശുദ്ധി ഉള്ള വ്യക്തിയുടെ അടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അശുദ്ധരാണെങ്കിൽ ഒരിക്കലും അവിടെ നിൽക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മൾ അസ്വസ്ഥരായി മാറും. കാരണം നമ്മളിൽ അശുദ്ധിയുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായി വേണ്ടതും ഈ വിശുദ്ധിയാണ്. വിശുദ്ധിയിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് വളരെ എളുപ്പമേറിയ കാര്യമാണ്. എന്നാൽ ആ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുക എന്ന് പറയുമ്പോൾ അത് വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ്. കാരണം ഈ ഒരു വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ പലതരത്തിലുള്ള പീഡാസഹനങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാം. പല പ്രലോഭനങ്ങളും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ യേശുവിനോടൊപ്പമായിരിക്കുവാൻ പരിശ്രമിക്കണം. യേശുവിനെ ധ്യാനിച്ചും യേശുവിനെ സ്വന്തമാക്കിയും യേശുവിൻ്റെ ഓരോ കൽപ്പനകളും പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് നൽകുന്ന ക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് മാത്രമുള്ളത്, എല്ലാ വ്യക്തികളിലേക്കും ഉള്ള ഒരു ക്ഷണമാണ് കർത്താവ് നൽകുക. അതേസമയം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ നീതിമാന്മാരെ വിളിക്കുവാൻ വേണ്ടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ പാപികളായി നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രതീക്ഷയാണ്. കർത്താവ് വന്നിരിക്കുന്നത് വെറുതെ നീതിമാന്മാരെ കൊണ്ട് പോകുവാൻ വേണ്ടിയല്ല, മറിച്ച് എന്നെപ്പോലെയുള്ള പാപികളെയും നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പാപാവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്, ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ ജീവിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കും എന്ന ഉറച്ച തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ പതിയെ പതിയെ നമുക്ക് കർത്താവിനെ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ വിരുന്നിൻ്റെ ഉപമയിലും കർത്താവ് പറയുന്നത് അതുതന്നെയാണ്. നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ്. പക്ഷേ ആ വിളി അവസാനം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ആദ്യത്തെ വ്യക്തി പറയുന്നുണ്ട്, ഞാനൊരു വയൽ വാങ്ങി, എനിക്ക് അത് കാണാൻ പോകണം. നമ്മളൊരു വയൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അത് പോയി കാണുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി വയൽ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ അത് വെറുതെ ഒരു കാരണമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുക. കാരണം ഞാനൊരു വയൽ വാങ്ങി അത് കാണുവാൻ പോകണമെന്ന് പറയുമ്പോൾ ആ വയലിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണോ ആ വ്യക്തി അത് വാങ്ങിയത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ ഒഴുകഴിവ് പറയുക എന്നുള്ളതല്ല, മറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ വിളി എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിളിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിളിയാണത്. അതുകൊണ്ട് ആ വിളി സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ എങ്ങനെയെല്ലാം തയ്യാറെടുക്കാം. ആ വിളി എന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ വിളി സ്വീകരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ലെങ്കിൽ ആ വിളിക്ക് യോഗ്യതയുള്ള രീതിയിലേക്ക് ഞാൻ എപ്രകാരം എന്നെ തന്നെ മാറ്റണം. ആ വിളിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തി അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ആ ഒരു വിളി നൽകിയ വിളി സ്വീകരിക്കുവാൻ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും എത്രമാത്രം പരിശ്രമം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കർത്താവ് എപ്പോഴും ചോദിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിലും കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ മാറി നിൽക്കുകയല്ല, നീ എന്നിൽ നിന്ന് ഈ കരുണ മുഴുവൻ സ്വീകരിക്കുക. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നീ കൂടുതൽ കൃപകൾ സ്വീകരിക്കണം. അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനുള്ളതാണ്
എന്ന വിശുദ്ധ ഫൗസ്റ്റീനായോട് യേശു പറയുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ പലപ്പോഴും യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ട ഓരോ കാര്യങ്ങൾ അരുളി ചെയ്തപ്പോഴും അവൾക്ക് വേണ്ടി മാത്രമുള്ള കൃപകളല്ല നൽകിയത്, മറിച്ച് അവളിലൂടെ ഇനിയും അനേകം ആത്മാക്കൾ സ്വർഗരാജ്യത്തിനു വേണ്ടി നേടപ്പെടണം എന്ന ആഗ്രഹത്തോടെ മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കൂടി നീ ഈ കൃപ സ്വീകരിക്കണമെന്നാണ് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ കൃപകൾ സ്വീകരിക്കേണ്ട അവസരം വരുമ്പോൾ നമ്മൾ സ്വാർത്ഥരായിട്ട് മാറാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും മാത്രം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മാത്രം രക്ഷ പ്രാപിക്കണം, മറ്റുള്ളവരിലേക്ക് ആ രക്ഷ എത്താൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവർ. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവമെല്ലാം മാറ്റി കർത്താവ് നമ്മളെ സ്നേഹപൂർവ്വം അവിടുത്തെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കുവാനും കൂടുതൽ മാനസാന്തരത്തിലൂടെ കർത്താവിനെ സ്വന്തമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ കർത്താവിൻ്റെ ക്ഷണം സ്വീകരിക്കുവാൻ എന്തെങ്കിലും തടസ്സമായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ ആ കരുണയുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവെ, ഇത് എൻ്റെ ജീവിതം പൂർണ്ണമായി ഏറ്റെടുത്ത് എനിക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. തുടർന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് അവിടുത്തെ അനന്തമായ കാരുണ്യം വർഷിക്കുന്നതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ യോഗ്യതാപൂർവ്വം അങ്ങേ സ്വീകരിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.